നമസ്കാരം. വയനാട്ടിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ രാഷ്ട്രീയ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. ഒരു രാഷ്ട്രീയ വിവാദവും ഏറ്റുപിടിച്ചുകൊണ്ട് അതിന് മറുപടി കൊടുത്തുകൊണ്ട് അത് ഒരു വലിയ സംഭവമാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുമില്ല. രാഷ്ട്രീയ വിവാദങ്ങൾ ഉയരുമ്പോൾ വസ്തുതകൾ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് അതിനെ എന്താണ് യാഥാർത്ഥ്യം എന്ന് ജനങ്ങളെ വ്യക്തമായി തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ മുഖ്യമന്ത്രി സമയം കണ്ടെത്തുന്നുണ്ട് എന്നത് ഏറെ നല്ലൊരു കാര്യമാണ്. ഈ അവസരത്തിൽ പുതിയൊരു രാഷ്ട്രീയവാദത്തിന് വേണ്ടി തിരികൊളുത്തിക്കൊണ്ട് വി.ഡി. സതീശൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ ശമ്പളം കൊടുക്കുന്നു, ഒരു മാസത്തെ ശമ്പളം കൊടുക്കുന്നു. ആ ശമ്പളം നിങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത്? വയനാട്ടിലെ സങ്കടങ്ങൾ കണ്ടിട്ട് ആ സങ്കടങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ ഒരു മാസം നിങ്ങൾ അധ്വാനിക്കുന്ന ഈ തുക ഉപകരിക്കട്ടെ എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ്. പിന്നീട് നിങ്ങൾ കുറേ നാൾ കഴിയുമ്പോൾ തിരിച്ചറിയാണ് നിങ്ങളുടെ ശമ്പളം അതിന് വേണ്ടിയിട്ടല്ല ഉപയോഗിച്ചത്, വേറെ ഏതോ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇത് ശരിയാണോ? അത്രയും മാത്രമേ ഉള്ളൂ. വളരെ ലളിതമാണ്. ഞാനത് വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ സമയത്ത്. പക്ഷെ ഉറപ്പുവരുത്തണം, ഞാൻ ഡേ 1 മുതൽ പറയുന്നതാണ്, ഉറപ്പുവരുത്തണം. ഇത് എത്ര കോടി രൂപയാണ് CMDRFിലേക്ക് വയനാടിന് വേണ്ടി വരുന്നത്, അത് അതിനുവേണ്ടി തന്നെ മാറ്റിവെക്കണം. അത് വയനാട്ടിൽ ഏതെല്ലാം കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയണം. നാളെ നമുക്ക് ഇതുപോലെ ആവശ്യം വരും എന്തെങ്കിലും. ഈ ചില ആളുകളുണ്ടല്ലോ എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കും. അതായത് ദുരന്തത്തിൽ മുതലെടുപ്പ് രാഷ്ട്രീയം കളിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളൊക്കെ ഒന്നിച്ച് പൊങ്കാലയിടും എന്നറിയാവുന്നത് കൊണ്ട് അങ്ങ് കൂടെ നിൽക്കും. എന്നിട്ട് മാറി നിന്നിട്ട് എന്ത് ചെയ്യും? കുറ്റം പറയുകയും ചെയ്യും. അപ്പോൾ ഇത് കുറ്റമല്ലേ എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ പറയും, ഇല്ല ഞങ്ങൾ സഹകരിച്ചിരുന്നു എന്ന് പറഞ്ഞായിരിക്കും ഇവരൊക്കെ തടി തപ്പുക. ഇന്ന് അത്തരത്തിലുള്ളൊരു ഗംഭീരമായുള്ള പ്രകടനം വി.ഡി. സതീശന്റെ ഭാഗത്തുനിന്ന് കാണാനിടയായി. വി.ഡി. സതീശൻ പറയുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാനുള്ള ആഗ്രഹമുണ്ട്, എല്ലാവർക്കും അറിയണം. അതുപോലെ തന്നെ എത്ര കോടി രൂപ ഈ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് CMDRFിലേക്ക് വന്നു, ഇതൊക്കെ വ്യക്തമാക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. അവിടെ നിൽക്കുന്ന മാധ്യമങ്ങൾക്കും വി.ഡി. സതീശനും നന്നായിട്ട് അറിയാം. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CMDRFിലേക്ക് വരുന്ന പൈസ എത്രയാണെന്ന് വളരെ വ്യക്തമായി തന്നെ മുഖ്യമന്ത്രി വെളിപ്പെടുത്തുന്നുണ്ടെന്നും അത് ആർക്ക് വേണമെങ്കിലും വിവരാവകാശ നിയമപ്രകാരമൊക്കെ ലഭിക്കുന്നതാണെന്ന് നമുക്കറിയാം. അതായത് CMDRFിലേക്ക് എത്ര രൂപ സംഭാവന വന്നു, അത് ആർക്കൊക്കെ കൊടുത്തു, അതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്, ഇതൊക്കെ RTIയുടെ പരിധിയിൽ വരുന്നതാണ്. നമുക്ക് ഒരു വിവരാവകാശം വെച്ച് എടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ എടുത്താൽ നമുക്ക് വ്യക്തമായിട്ടെല്ലാം കിട്ടും. എന്നിട്ടും എന്തിനാണ് സതീശൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ ഇത്തരം തുകകളൊന്നും ഈ സർക്കാർ വെളിപ്പെടുത്തുന്നില്ല കേട്ടോ എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞത് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് രാഷ്ട്രീയ വിവാദം എന്ന് പറയുന്നത്. ഇതിനെയാണ് മുതലെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റിൽ അദ്ദേഹം എത്ര കോടിയാണ് ഇതുവരെ കിട്ടിയതെന്ന് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടല്ലോ. അതായത് 53,98,52,942 രൂപ, അതായത് അണാ പൈസ തെറ്റാതെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എത്ര കോടി രൂപ കിട്ടി എന്ന് പറയുന്നുണ്ട്. എല്ലാ വർഷവും ഇത് ഓഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ട് കൂടിയാണ്. അപ്പോൾ ഇതിനെതിരെ നടക്കുന്ന കുപ്രചരണങ്ങൾ നിരവധിയാണ്. അപ്പോൾ ആ കുപ്രചരണങ്ങൾക്കെതിരെ ഈ മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് വസ്തുതകളൊക്കെ ഇന്നലെ വിശദമാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ശരിയാണ്, വി.ഡി. സതീശൻ ഒരു മാസത്തെ ഈ പറയുന്നത് പോലെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെയുള്ള ഒരു വളച്ചു കെട്ടിയുള്ള പ്രചാരണമല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോവും. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയാലും തെറ്റ് പറയാനില്ല. ഈ അവസരങ്ങളിൽ ദയവ് ചെയ്ത് വി.ഡി. സതീശനെ പോലുള്ള ആളുകളോട് പറയാനുള്ളത്, മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർത്താതിരിക്കുക. നമുക്കറിയാമല്ലോ ഈ പറയുന്ന CMDRF വളരെ സുതാര്യമാണ്. നമുക്ക് അങ്ങനെയൊക്കെ അറിയാമായിരുന്നിട്ടും എന്തിനാണ് വെറുതെ ഇത്തരത്തിൽ ഈ അവസരത്തിൽ നമുക്ക് ഇനിയും അവിടെ നിന്ന് ഒരുപാട് ആളുകൾ കണ്ടെത്താനുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കഴിയട്ടെ. കഴിഞ്ഞ ശേഷം പല രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളാകാം, അതിന് വ്യക്തമായിട്ടുള്ള മറുപടികളും ഒക്കെ കിട്ടും. ഇനി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് വി.ഡി. സതീശൻ, അതുകൂടി ഒന്ന് കേൾക്കാം. ഇപ്പോൾ ആരോ പറഞ്ഞു ഞാൻ CMDRFിന് കൊടുക്കില്ല, ഞാൻ അല്ലാതെ വേറെ 3 വീട് വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെ കേസെടുക്കുന്നതിന് എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. കേട്ടല്ലോ, അഖിൽ മാരാരെ കുറിച്ചാണ് നമ്മുടെ വി.ഡി. സതീശൻ പറയുന്നത്. പേര് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മിസ്റ്റർ സതീശ, ഈ 3 പേർക്ക് വീട് പണിത് കൊടുക്കാം എന്ന് പറഞ്ഞതിന് പേരിലൊന്നും അല്ലല്ലോ ഈ അഖിൽ മാരാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ സഹായിക്കാൻ ഇറങ്ങുന്നവരെ സർക്കാർ ഉപദ്രവിക്കുകയാണ്, അവർക്കെതിരെയൊക്കെ കേസെടുക്കുകയാണെന്ന പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയാണ് വി.ഡി. സതീശൻ കളിച്ച അടുത്ത വളച്ചു കിട്ടിയുള്ള ഈ നാടകം. അതായത് എന്താണ് അഖിൽ മാരാർ പറഞ്ഞത്? അഖിൽ മാരാർ വയനാട്ടിൽ അവിടെ പോയി വീട് പണിത് കൊടുക്കാമെന്നൊന്നുമല്ല പറഞ്ഞത്. എൻ്റെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഒരു ഔദാര്യം പോലെ ഞാൻ ഇവിടെ വീട് പണിത് കൊടുക്കാം, ഒരു 3 വീട്, ഞാൻ മാത്രമല്ല കുറച്ച് പേരൊക്കെ കൂടിയിട്ട് പണിത് കൊടുക്കാം എന്നാണ് പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ ഒരു കുപ്രചരണം കൂടി നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ കുപ്രചരണത്തിനെതിരെയാണ് ഇൻഫോ പാർക്കിലെ പോലീസ് ഈ അഖിൽ മാരാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. അത് നന്നായി തന്നെ വി ഡി സതീശൻ അറിയാം. പിന്നെ സതീശൻ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ അഖിൽ മാരാർ നിരന്തരം മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെയും ഒക്കെ കടന്നാക്രമിക്കുന്ന ഒരു പിണറായി വിരുദ്ധനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സൈബർ ലോകങ്ങളിലെ അന്തങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു ബെൽറ്റാണ്. അപ്പോൾ അവരെ പിണക്കാൻ പറ്റില്ല. അതുകൊണ്ട് വി ഡി സതീശൻ അഖിൽ മാരാരെ തഴുകുകയാണ്. ഞാൻ കൂടെയുണ്ട് എന്ന് അദ്ദേഹം പരോക്ഷമായിട്ട് പറഞ്ഞുകൊണ്ട് പിന്തുണ കൊടുക്കുകയാണ്. നമ്മുടെ മറുനാടൻ്റെ വിഷയത്തിലൊക്കെ അറിയാൻ പറ്റും എന്താണ് ഇവരുടെയൊക്കെ നിലപാടെന്ന്. മറുനാടൻ്റെ വിഷയത്തിലൊക്കെ മറുനാടന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന കോൺഗ്രസിനെ ഒന്നും ആരും മറന്നിട്ടില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ക്ഷുദ്രജീവികളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും ഇവർക്ക് വല്ലാത്ത ഒരു ഇൻട്രസ്റ്റ് ആണ്. ഇനി നമ്മുടെ വി ഡി സതീശൻ പറയാതെ പോയ ചില കാര്യങ്ങളുണ്ട്, എന്നാൽ പറയണം എന്ന് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ. അതെന്തൊക്കെയാണെന്ന് കൂടി പറയാം. അതിന് വ്യക്തമായ മറുപടി ഇന്നലെ മുഖ്യമന്ത്രി പറയുന്നത് കണ്ടു. ഈ വിഷയങ്ങളൊക്കെയാണ് മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവ് മാതൃകയാക്കേണ്ടത്. ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് എന്താണ് പറഞ്ഞത്? ഈ പ്രളയത്തിന് കാരണം അനധികൃത കുടിയേറ്റമാണ്, അതുപോലെ തന്നെ അവിടെ അനധികൃത ഖനനമാണ് എന്നൊക്കെ പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടു. നമുക്കറിയാം മുണ്ടക്കയിൽ അങ്ങനെ അനധികൃത ഖനനമില്ല, ഇതിനൊക്കെ രാഷ്ട്രീയക്കാർ കൂട്ടുനിൽക്കുകയാണ് എന്നൊരു ആക്ഷേപം കൂടി കേന്ദ്രമന്ത്രി ഉന്നയിച്ചിരുന്നു. എന്നാൽ ആ വിഷയത്തിൽ വളരെ വ്യക്തമായി ഒരു ഉത്തരം മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ഉണ്ടായി. അതായത് മരിച്ചവരെ അധിക്ഷേപിച്ചതിന് തുല്യമാണ് കേന്ദ്രമന്ത്രി നടത്തിയ പ്രസ്താവന എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. സത്യമല്ലേ? അവിടെ ആരാണ് കുടിയേറി പാർത്തത്? ആരെങ്കിലും കുടിയേറി പാർത്തവരാണോ അവിടെ അങ്ങനെ മരിച്ചു വീണത്? അല്ല. അപ്പോൾ ആ വിഷയങ്ങളിലൊന്നും വി ഡി സതീശന് ഒരു പ്രതികരണവുമില്ല. ഇതിനു മുമ്പ് അമിത്ഷാ നമുക്കറിയാം രാജ്യസഭയിൽ ഈ പ്രളയത്തിന് കാരണം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട ആ ഒരു മുന്നറിയിപ്പ് പാലിക്കാത്തതുകൊണ്ടാണെന്നൊരു പച്ചക്കള്ളം പറഞ്ഞിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം റെഡ് അലേർട്ട് പോലും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന സത്യം മുഖ്യമന്ത്രി വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പോലും നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു പ്രതികരണം രേഖപ്പെടുത്തി നമ്മൾ കണ്ടില്ലല്ലോ. എന്തിന് സുരേഷ് ഗോപി വരാൻ വൈകി? നമ്മുടെ ഒരു കേന്ദ്ര സഹമന്ത്രിയാണ്. ആ വിഷയത്തിൽ സതീശന് എന്തെങ്കിലും രീതിയിലുള്ള പ്രതികരണമുണ്ടോ? പോട്ടെ, ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായി, ഇങ്ങോട്ടേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ സമയം വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ വിഷയത്തിൽ വി ഡി സതീശന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണമുണ്ടോ? ഇല്ലെന്നേ. അപ്പോൾ ഈ അവസരത്തിൽ കേരള സർക്കാരിനെ മാത്രം കടന്നാക്രമിക്കുന്ന, അല്ലെങ്കിൽ കേരള സർക്കാരിനെതിരെ പരോക്ഷമായിട്ട് രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുന്നത് നല്ലതല്ല. എന്തായാലും അത് തീർത്തും അപലപനീയമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ സമയത്താണ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മൾ വയനാട് ജനതയ്ക്ക് വേണ്ടി പ്രതികരിക്കേണ്ടത്, അവർക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ടത്. ആ വിഷയത്തിൽ നമ്മുടെ ഇവിടുന്ന് ജയിച്ചുപോയ എം പിമാരൊക്കെ വളരെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്, സുരേഷ് ഗോപിയെ മാറ്റി നിർത്തിയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ UDFിൻ്റെയും LDFിൻ്റെയും എം പിമാർ വയനാടിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശബ്ദമുയർത്തിയതൊക്കെ നമ്മൾ കണ്ടു. ഒപ്പം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വയനാട് സന്ദർശിച്ച ശേഷം എല്ലാ രീതിയിലുള്ള പിന്തുണ പ്രഖ്യാപിക്കുകയും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായങ്ങളും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുമെന്നൊക്കെ പറയുന്ന കാഴ്ചയും കണ്ടു. അതൊക്കെ ഏറെ അഭിനന്ദനാർഹമാണ്, സ്വാഗതാർഹമാണ്. പക്ഷേ വി ഡി സതീശൻ കുറച്ചുകൂടി പക്വത കാണിക്കുക, കുറച്ചുകൂടി ഈ വിഷയങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധിയെ പോലെയൊക്കെ ഒന്ന് പെരുമാറാൻ പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീടുകൾ പണിതു കൊടുക്കാം എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോൺഗ്രസിനോട് അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. അതായത് കഴിഞ്ഞ പ്രളയത്തിലും 1001 വീടുകൾ പണിതു കൊടുക്കാമെന്ന് കോൺഗ്രസ് വാഗ്ദാനം നൽകിയിരുന്നു. 1001 വീട് കോൺഗ്രസ് പണിതു കൊടുക്കുമെന്ന് വിചാരിച്ച് വീട് പണിതു കൊടുക്കാൻ മുന്നോട്ട് വരാനിരുന്ന ആളുകൾ പോലും ഇനി കോൺഗ്രസ് പണിതു കൊടുക്കുമല്ലോ എന്നോർത്ത് പിൻവലിഞ്ഞു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? കോൺഗ്രസ് ആണെങ്കിൽ വീട് പണിതു കൊടുത്തുമില്ല, ആ പാവങ്ങൾക്കാണെങ്കിൽ വീട് കിട്ടിയുമില്ല. ഇത്തവണയും 100 വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ യൂത്ത് കോൺഗ്രസും ഒരു 30 വീട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് ആ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ വലിയ ദുരിതത്തിലാക്കരുത്. പണിത് കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അങ്ങനെ പറയാവൂ. പണിത് കൊടുക്കാൻ പറ്റാതെ ഇരുന്നാൽ അവർ വലിയ പ്രതിസന്ധിയിലായി പോകും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. DYFI ഒക്കെ 25 വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി അവർ പല രീതിയിലൊക്കെ ചിലയിടങ്ങളിൽ മീൻ വിൽപ്പന നടത്തുന്നു, ചില ഇടങ്ങളിൽ ചായക്കട ഇടുന്നു, ചില ഇടങ്ങളിലൊക്കെ ആക്രി വിറ്റ് പൈസ സമാഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ പൈസയൊക്കെ സ്വരൂപിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് സ്ഥിരം പ്രഖ്യാപിക്കുന്നത് പോലുള്ള പ്രഖ്യാപനങ്ങളിൽ മാത്രം ആയി ഇത് ഒതുങ്ങിപ്പോകരുത്. ഇത് പ്രാവർത്തികമാക്കണം. അവരെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നമുക്ക് പിടിച്ച് ഉയർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട്. കേവലം പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തിലേക്ക് എത്താനുള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാത്രം ഇതിനെ കാണരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നിങ്ങളുടെ പല പ്രഖ്യാപനങ്ങളും നടന്നൊന്നും കാണാറില്ല.
എന്നാൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്നതെല്ലാം തന്നെ പ്രാവർത്തികമായി നമ്മൾ കാണാറുമുണ്ട്. അങ്ങനെ പ്രാവർത്തികമായി കാണുമ്പോഴും അതിനെയൊക്കെ വിമർശിച്ചിറങ്ങുന്ന പ്രതിപക്ഷത്തെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്തായാലും വയനാട് ജനതയെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടി, അവർക്ക് കൈത്താങ്ങായി, വയനാടിനെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി, അവരുടെ അതിജീവനം വേഗതയിലാക്കുന്നതിന് വേണ്ടിയൊക്കെ നിരവധി ആളുകളൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. എന്തായാലും ആശ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.